കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ സംശയം ശരിയായി. വന്നു നോക്കുമ്പോ ഫോൺ പൊട്ടിച്ചിതറി കിടക്കുന്നു. മെമ്മറി കാർഡ് കാണാനുമില്ല. അതിനെ നീ കൊണ്ടേ കേസ് കൊടുക്കടി. ഇനി ഞാൻ ആ ഫോൺ പൊട്ടിച്ചെന്ന് പറഞ്ഞാലേ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. കേസ് കൊടുക്കുമ്പോഴേ ആ വീഡിയോയും കൂടി കൊടുത്താലോ? അപ്പൊ വിശ്വസിക്കില്ലേ? അതിന് നിന്റെ കയ്യിലിപ്പോ ആ വീഡിയോ ഇല്ലല്ലോ. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കല്ലേ. ഡി അല്ല, കോൾ മീ മാം. ശാലിനി മാം. യാതൊരു ബാക്കപ്പും ഇല്ലാതെ എന്റെ ഫോണിൽ തന്നെ സൂക്ഷിക്കുന്നു നീ വിചാരിച്ചു? ആരോടും പറയില്ലേ മാം. ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു. പ്ലീസ് എഴുന്നേക്ക്. എഴുന്നേക്കാൻ. ഈ പെൻഡ്രൈവില് മാത്രമല്ല, എനിക്ക് പ്രിയപ്പെട്ട പലരുടെയും ഫോണിലേക്ക് ഞാൻ ഇത് അയച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാതെ എന്റെ ഇമെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഏത് സിസ്റ്റത്തിൽ നിന്നും 2 മിനിറ്റ് കൊണ്ടത് റിക്കവർ ചെയ്യാം. ഞാൻ വീഡിയോ അയച്ചു കൊടുത്തവരുടെ ഫോൺ എല്ലാം കണ്ടെത്തി തല്ലി പൊട്ടിക്കാനോ ഇനി എന്റെ ഇമെയിലിന്റെ പാസ്വേഡ് കണ്ടുപിടിക്കാനോ ഒന്നുമേ നീ മെനക്കെടണമെന്നില്ല. നീ തോറ്റു പോവത്തേ ഉള്ളൂ. ഇല്ല മാം, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല. ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റത്തൂല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രിയപ്പെട്ട പലരുടെയും ഫോണിൽ ആ വീഡിയോ ഉണ്ട്. എന്നെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു കൊല്ലാൻ നീ ഗൂഢാലോചന നടത്തുന്നതാ ആ വീഡിയോയില്. വധഗൂഢാലോചന. ഇനി എന്റെ കാലിലൊരു മുള്ളു കൊണ്ടാ പോലും അതിനുത്തരവാദി നീയാ സുസ്മിത. നിന്റെ അച്ഛന്റെ UK കസേരയ്ക്കടിയിലേക്ക് നീ പറഞ്ഞാലുവേ നിന്നെ അവിടെ നിന്ന് പോലീസ് പൊക്കും. സിവിൽ സർവീസ് മെയിൻ എക്സാം വരെ എത്തിയ എനിക്ക് അത്രയ്ക്ക് ബുദ്ധിയില്ലാന്ന് വിചാരിച്ച നീ ഒരു മരമണ്ടി തന്നെ. ഹലോ, സേ യെസ് ഓർ നോ? യെസ്. ഈ ബുദ്ധി ഉള്ളതുകൊണ്ടാ ഞാൻ നിന്റെ ഉടയോളും നീ എന്റെ അടിമയോ ആയത്. മനസ്സിലായോ? മനസ്സിലായി. സിവിൽ സർവീസ് എക്സാമിൽ ഞാൻ തോറ്റെന്നും പറഞ്ഞ് നീ നടത്തിയ ആഘോഷമില്ല, അതിന് ഞാൻ പിന്നെ മറുപടി പറഞ്ഞോളാം. പക്ഷേ എന്റെ ഫോണും മെമ്മറി കാർഡും തകർത്തതിന് ആര് സമാധാനം പറയും?
ഞാൻ ഞാൻ വാങ്ങിത്തരാം പുതിയ ഫോൺ. എന്താ പോരെ? എപ്പോ? ആ, ഒരു 2000 രൂപ വില വരുന്ന ബേസ് ഫോൺ പോരെ? അതെപ്പോ വേണേലും വാങ്ങിത്തരാം. പോരാ. പിന്നെ വില 50,000-ൽ കുറയരുത്. 50,000? 50,000 അല്ല, 50,000. 50,000. എല്ലാ ഫെസിലിറ്റികളും ഉള്ള ഫോൺ. എന്നെയും എന്റെ അമ്മയടക്കം ഞങ്ങളുടെ കൂനാച്ചിപ്പുരയും കുടുംബശ്രീയും ഒക്കെ വിലക്കെടുക്കാനുള്ള ശേഷിയൊക്കെ നിന്റെ അച്ഛനുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അതിനുള്ള ശിക്ഷയായത്. പറയ്, എപ്പോ കിട്ടും ഫോൺ? ഒരാഴ്ച. 24 മണിക്കൂർ അതിനുള്ളിൽ ഫോൺ എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. ശാലിനി, അല്ലെങ്കിലേ വീഡിയോ എത്തേണ്ടവർക്ക് എത്തിയിരിക്കും. ആ വേണ്ട, ഞാൻ വാങ്ങിച്ചു തരാം. പോരെ? ആ നിന്ന്. കുറച്ചു നേരമായിട്ട് ജോലിയൊന്നും ചെയ്ത് കാണുന്നില്ലല്ലോ. ഓ, വീഡിയോ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ജോലിയല്ലേ? അയ്യോ, അങ്ങനെയല്ല. എന്നാ പെട്ടെന്ന് പോയി അടുത്ത ജോലി ചെയ്യും. എന്താ വേണ്ടേ? ചായയോ അതോ മാംഗോ ജ്യൂസോ? രണ്ടും അല്ല. പിന്നെ ഇപ്പൊ നീ പോയി ബാത്റൂം വൃത്തിയാക്കണം. ബാത്റൂമോ? ഏത് ബാത്റൂം? ഞങ്ങളുടെ ബെഡ്റൂമിലെ ബാത്റൂം. ആ ശാലിനി, അത് പിന്നെ ശാലിനി അല്ല, മാം. ഇന്ന് നീ കാണിച്ച അതിസാഹസത്തിനെല്ലാം കൂടി ചേർന്നുള്ള ശിക്ഷയായത്. ശാരദാമ്മേ, അമ്മേ, ശാരദാമ്മേ, വാതിൽ തുറക്ക്. അമ്മേ, ശാരദാമ്മേ, വാതിൽ തുറക്ക്. അമ്മേ, ഒന്ന് വാതിൽ തുറക്ക്. വാതിൽ തുറക്ക്. അമ്മേ, ശാരദാമ്മേ, അമ്മേ, വാതിൽ തുറക്ക്. ശാരദാമ്മേ, അമ്മേ, ശാരദാമ്മേ, അമ്മേ. എന്തടി എന്നെ ഊട്ടി നിറയ്ക്കാനാണെങ്കിൽ വേണ്ട, ഒരു തുള്ളി വെള്ളം ഇറക്കില്ല ഞാൻ. അതിനൊന്നും അല്ല ശാരദാമ്മേ, ശാരിക മോളെ കാണാനില്ല. കാണാനില്ലെന്നോ? എന്താ നിങ്ങളീ പറയുന്നേ? അതെ അമ്മേ, അമ്മ അകത്തേക്ക് കയറി പോകുമ്പോ പഠിക്ക് നിൽക്കുമായിരുന്നു വല്യേച്ചി. എത്ര വിളിച്ചിട്ടും അകത്തേക്ക് കയറാൻ കൂട്ടാക്കിയില്ല. ഇപ്പൊ നോക്കുമ്പോ കാണാനുമില്ല. അവള് അത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് ശാരിക മോളെ ഒരുപാട് വഴക്ക് പറഞ്ഞു ശാരദാമ്മ. മോളുടെ മനസ്സിന് ഒരുപാട് സങ്കടം തട്ടിയിട്ടുണ്ട്. എന്റെ ദേവി, ചതിക്കല്ലേ നീ? വാ വാ, നോക്കാം, വാ. വിജയേ, ദാ കഴിക്കേ. നീ ഇങ്ങനെ സമയാസമയം മരുന്നൊന്നും കഴിക്കാത്തത് കൊണ്ടാ നിനക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദന വരുന്നത്. അതിനാർക്ക് നെഞ്ചുവേദന? അപ്പൊ നീ കാണിച്ചതൊക്കെ അതൊക്കെ ഒരു അഭിനയല്ലേ കൃഷ്ണകുട്ടി ചേട്ടാ? അമ്പടി ഭയങ്കര, നീ എന്നെ കൂടെ പറ്റിച്ചു കളഞ്ഞല്ലോ. ഞാനിപ്പോ അങ്ങനെ കാണിച്ചില്ലായിരുന്നെങ്കിൽ
വേണ്ട സമയത്ത് വേണ്ട പോലെ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ മക്കളെ പിടിവിട്ട് എങ്ങോട്ടും പോവില്ല. ഒന്ന് പതുക്കെ പറയടി, അവനെ ഞാൻ കേക്കോന്നേ. ഏയ്, അവന് ഏതെങ്കിലും പുസ്തകത്തില് തല പൂഴ്ത്തിയിരിക്കുമായിരിക്കും. നിന്റെ ഒരു കാര്യം. ഹലോ രാജീവ് സർ, ഞാൻ ശ്യാമയാ, ശാരദമ്മയുടെ ഇളയ മോള്. എന്താ ശ്യാമേ? അമ്മ വല്യേച്ചിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതാ. പക്ഷെ ഇപ്പൊ വല്യേച്ചി എവിടെങ്ങും കാണാനില്ല. അമ്മ വല്യേച്ചി ഒരുപാട് വഴക്കു പറഞ്ഞു, എല്ലാവരുടെ മുന്നിൽ വെച്ച്. കുറേ നേരം വീട്ടിലേക്ക് കയറാതെ നിൽക്കുമായിരുന്നു. പിന്നെ നോക്കിയപ്പോ കാണാനില്ല. ഫോണൊക്കെ ഇവിടെ വെച്ച് എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചു പോയതുപോലെയാ. എല്ലാവർക്കും മുന്നിൽ നാണം കെട്ട വിഷമത്തില് വല്യേച്ചി എന്തെങ്കിലും കടുകയോ ചെയ്യുമെന്നോ. ശ്യാമ ഫോൺ വെച്ചോ, ഞാൻ ദാ ഇപ്പൊ എത്തി. ഇല്ലെങ്കിൽ അവൻ പിന്നെയും ആ മൂശേട്ടയ്ക്ക് പിന്നാലെ പോയേനെ. എനിക്കിത് ആരോടെങ്കിലും പറഞ്ഞൊന്ന് ചിരിക്കാതെ വയ്യ. ചിരിക്കാൻ ഞാനും കൂടെ കൂടട്ടെ? രാജീവേ, അമ്മ പറഞ്ഞ എല്ലാം ഞാൻ കേട്ടമ്മേ. എനിക്ക് ശരിക്കും അപ്പം നെഞ്ചുവേദന വന്നതാടാ. ഞാനൊന്ന് തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. മറ്റുള്ളവരുടെ ജീവിതം വെച്ചിട്ടാണോ അമ്മേ അമ്മയുടെ ഈ തമാശ? ശാരദാമ്മയുടെ വീട്ടിൽ നിന്ന് മനസ്സ് നൊന്തൊരു പെൺകുട്ടി ഇറങ്ങി പോയിട്ടുണ്ട്. ജീവിതത്തിലെ സകല പ്രതീക്ഷകൾ നശിച്ചാ അവൾ ഇറങ്ങി പോയിരിക്കുന്നത്. കുളത്തിലേക്കോ കായലിലേക്കോ കടലിലേക്കോ എവിടേക്കാന്ന് അറിയത്തില്ല. ഒന്ന് മാത്രം ഞാൻ പറയാം, അവക്ക് എന്തെങ്കിലും സംഭവിച്ച വീഴുന്നത് ഒന്നായിരിക്കില്ല, 2 ശവമായിരിക്കും. ഒന്നീ ഞാനായിരിക്കും. അമ്മയുടെ കൺമുന്നിൽ പടഞ്ഞ് ചാവും ഞാൻ. പണത്തിനും സ്വർണത്തിനും വേണ്ടി ആർത്തി പൂണ്ട മനസ്സിന് അങ്ങനെയെങ്കിലും അങ്ങ് തൃപ്തിയാവട്ടെ. മോനെ, ഞാൻ ഇനി ആരൊക്കെ എന്ത് അഭിനയം കാഴ്ചവെച്ചാലും ഞാൻ അങ്ങോട്ട് പോവാ. തടയാൻ വരരുതെന്നെ. അയ്യോ കൃഷ്ണോടി ചേട്ടാ, അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ഒന്ന് മാറിക്കേ. വിജയ നിക്ക്. രാജീവേ, അവൻ പോയോ? ആ ആയുധം കയ്യിൽ നിന്ന് പോയല്ലേ കൃഷ്ണൻകുട്ടി ചേട്ടാ. ഇനി നെഞ്ചുവേദന എന്നൊന്നും പറഞ്ഞാ അവൻ വിശ്വസിക്കത്തില്ല. ഇതാ പെണ്ണുങ്ങളുടെ ഒരു കുഴപ്പം, ഒന്നും മനസ്സിലിരിക്കില്ല. വായിട്ടലച്ച് ഇങ്ങനെ പണി ഇരന്ന് വാങ്ങിക്കും. ശാരദാമ്മ അത്രയും പറയാൻ പാടില്ലായിരുന്നു. ഹോട്ടലിൽ വന്നവരുടെയും കൂടെ മുന്നേ വെച്ചല്ലേ വഴക്ക് പറഞ്ഞത്. വല്ലാത്ത വിഷമമായിട്ടുണ്ടാവും.
ഇതിനേക്കാളും വലിയ സങ്കടങ്ങളിലൂടെ കടന്നു പോയതല്ലേ ആ കുട്ടി. രാജീവ് സാറാണല്ലോ. ഹലോ. ശ്യാമേ, എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല സാർ. ഇനി ശാലിനിക്ക് അടുത്തേക്കോ മറ്റോ പോയോ? കുഞ്ഞേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വിഷ്ണുവേട്ടനെ വിളിച്ചപ്പോ അങ്ങോട്ട് ചെന്നിട്ടില്ലെന്നാ പറഞ്ഞത്. പോലീസിലൊന്നും അറിയിക്കായിരുന്നില്ലേ? ഇത്ര രാത്രിയായ സ്ഥിതിക്ക്. അറിയിക്കാൻ ആള് പോയിട്ടുണ്ട് സാർ. ശരി. രഞ്ജിനി ചേച്ചി. എന്താ മോളെ? എന്താ രാത്രി ഇവിടെ ആളും ബഹളമൊക്കെ? എന്തെങ്കിലും വിശേഷമുണ്ടോ? ഞാനിതുവഴി പോയപ്പോ കേറിയേ ഉള്ളൂ. വല്യേച്ചിയെ കാണാനില്ല ചേച്ചി. ഞാൻ വിചാരിച്ചത് രഞ്ജിനി ചേച്ചി വിവരം അറിഞ്ഞിട്ട് വന്നതായിരിക്കുമെന്നാ. നിങ്ങൾ ലോക്കൽ പോലീസ് സ്റ്റേഷനിലല്ലേ കംപ്ലൈന്റ് ചെയ്യുന്നത്? അവിടുന്ന് മിസ്സിംഗ് കേസിന്റെ ഇൻഫർമേഷൻ ഒന്നും എന്റെ അടുത്തേക്ക് വരില്ല. ഞാനാണെങ്കിൽ ഇന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങാനും വൈകി. ഇനി എന്ത് ചെയ്യും ചേച്ചി? എവിടെ പോയി അന്വേഷിക്കും? സങ്കടപ്പെടാതെ മോളെ. ശാരദാമ്മേ, വല്യേച്ചിയെ കാണാതായപ്പോ മുതല് ഇങ്ങനെ രഞ്ജിനി ചേച്ചി. ആരും പറയുന്നതും വിളിക്കുന്നതും ഒന്നും കേൾക്കുന്നില്ല. ശാരദാമ്മയ്ക്കൊരു സമ്മാനം കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. സമ്മാനം? രക്ഷയില്ല. ഇങ്ങോട്ട് ഇറങ്ങ. പ്രതിയെ ഞാൻ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മോളെ, എന്ത് പണിയാ വല്യേച്ചി കാട്ടിയത്? എല്ലാരും പേടിപ്പിച്ച് കളഞ്ഞല്ലോ മോളെ. എവിടുന്നാ വിളി കിട്ടിയത്? റെയിൽവേ ട്രാക്കിൽ നിന്ന്. ട്രെയിൻ വരുന്ന സിഗ്നൽ വീണ് കിടക്കുന്നത് കണ്ടിട്ടും ട്രാക്കിലൂടെ അങ്ങ് നടക്കുമായിരുന്നു. ബോധം നഷ്ടപ്പെട്ടതുപോലെ കണ്ണുകളൊക്കെ ശൂന്യമായിട്ടങ്ങനെ. ആൾപ്പാർപ്പില്ലാത്ത വഴി കൂടെയുള്ള ട്രാക്ക്. ലെവൽ ക്രോസിനടുത്തെത്തിയപ്പോ ബീറ്റ് പോലീസിന്റെ കണ്ണിപ്പെട്ടു. അവരിടപെടാൻ ഒരു 1/2 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ. ശാരദാമ്മേ, വേണ്ട. ഓളകത്തേക്കില്ലേ? ചെല്ലുമോളെ. തല്ലും കൊല്ലും ഒന്നും വേണ്ട. കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങള് ഒരുമിച്ചിരുന്ന് പറഞ്ഞു തീർക്കുക വേണ്ടത്. അത് മറ്റുള്ളവർക്കൊരു ചർച്ചയാക്കാൻ ഇട കൊടുക്കരുത്. പലരും നോക്കിയിരുന്ന് രസിക്കത്തേ ഉള്ളൂ. കുടുംബ
കുടുംബത്തിനുള്ളിൽ ആശയവിനിമയം കുറയുമ്പോഴാ മക്കൾ റെയിൽവേ ട്രാക്കിലേക്കും കായലിലേക്കും ഒക്കെ ഇറങ്ങി പോകുന്നത്.